ആണ് മെട്രിക്സിന്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള ഓപ്പറേഷൻസ് ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ മെട്രിക്സിന്റെ അഡീഷൻ ആണ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? വളരെ സിമ്പിളാണ്. സാധാരണ അഡീഷൻ പോലെ തന്നെ ഉള്ളൂ. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, 1 2 3 4. വേറൊരു മെട്രിക്സ് ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് 3 4 5 6. എ പ്ലസ് ബി എങ്ങനെ ചെയ്യാം? എയും ബിയും കൂടി എങ്ങനെ ആഡ് ചെയ്യാം? 1 2 3 4 പ്ലസ് 3 4 5 6. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം? 1 പ്ലസ് 3. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 1. അത് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റിന്റെ കൂടെ ആഡ് ചെയ്യാം. എന്ത് കിട്ടും? 4. ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 2 ആണ്. ഇവിടെ അതുപോലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 4 ആണ്. 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. ഇവിടെ അതുപോലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 3 ആണ്. ഇവിടെ അത് 5 ആണ്. 5 പ്ലസ് 3 8. 4 പ്ലസ് 6 10. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും. സബ്സ്ട്രാക്ഷൻ ഇതുപോലെ തന്നെയുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 1 2 3 4. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 4 ആണ്. മൈനസ് 3 4 5 6. എങ്ങനെ മൈനസ് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. 1 മൈനസ് 3. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 2. 2 മൈനസ് 4 മൈനസ് 2. 3 മൈനസ് 5 മൈനസ് 2. 4 മൈനസ് 6 മൈനസ് 2. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്ട്രാക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മളൊരു സ്കെയിലാർ കൊണ്ട് എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? സ്കെയിലാർ കൊണ്ട് എങ്ങനെ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് നടത്തുക? ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ നടത്താം? അതും വളരെ സിമ്പിളാണ്. അപ്പം എൻ്റെ കയ്യിൽ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. 1 2 3 4 5 6. ഇതിനെ എനിക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു എ കണ്ടുപിടിക്കണം. ഹൗ? എങ്ങനെ ചെയ്യാം? സിമ്പിളാണ്. ഇതിലെ ഓരോ എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിലെ ഓരോ എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഇൻറ്റു 1 3. 3 ഇൻറ്റു 2 6. 3 ഇൻറ്റു 3 9. 3 ഇൻറ്റു 4 12. 3 ഇൻറ്റു 5 15. 3 ഇൻറ്റു 8 8. 3 എന്ന് പറഞ്ഞാൽ 3 6 9 12 15 18 എന്ന് വരും. നെക്സ്റ്റ് വൺ നെഗേഷൻ. ഒരു മെട്രിക്സിന്റെ നെഗേഷൻ എങ്ങനെയാണ് കാണുക? നെഗേഷൻ കാണുക എന്ന് പറഞ്ഞാൽ 1 -2 -3 4 5 6. നെഗേഷൻ കാണുക എന്ന് പറഞ്ഞാൽ -1 കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് മീനിങ്. നെഗേഷൻ കാണുക എന്ന് പറഞ്ഞാൽ -1 കൊണ്ട് ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിലെ ഓരോ എലമെന്റിനെയും ചിഹ്നം മാറ്റി കൊടുത്താൽ മതി. ഇതിലെ ഓരോ എലമെന്റിനെയും ചിഹ്നം സൈൻ മാറ്റി കൊടുത്താൽ മതി. ഈ 1ന്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. അത് നെഗറ്റീവ് ആക്കുക. ഈ 2ന്റെ ചിഹ്നം എന്താ? നെഗറ്റീവ് ആണ്. അത് പോസിറ്റീവ് ആകും. എന്താ കാരണം? -1 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2 ആവും. അങ്ങനെയാണ് ചിഹ്നം മാറുന്നത്. -1 ഇൻറ്റു -3 3. 4ന്റെ ചിഹ്നം മൈനസ് ആവും. 5ന്റെ ചിഹ്നം മൈനസ് ആവും. 6ന്റെ ചിഹ്നവും മൈനസ് ആകും. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ പോലെയോ സബ്സ്ട്രാക്ഷൻ പോലെയോ അല്ല, ചെറിയൊരു വ്യത്യാസം അതിനുണ്ട്. നമുക്ക് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ
എ ഇൻറ്റു ബി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എയുടെ കോളവും ബിയുടെ റോയും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2 മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, വൺ 2 3 4. ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 1 1 2 2 2. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 2/2. ഈ മെട്രിക്സിന്റെ ഓർഡറോ 2/3. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന എ ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും ഇതിന്റെ റോയും ഇതിന്റെ കോളവും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 2/3 എന്ന് നമുക്ക് കിട്ടും. നമ്മൾക്ക് കിട്ടുന്ന മെട്രിക്സ് 2/3 ഓർഡറിലുള്ളതായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ മെട്രിക്സിന്റെ റോയുടെ എണ്ണം 2 ആണ്, ഈ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണം 3 ആണ്. അപ്പൊ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 2/3 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ എ ഇൻറ്റു ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. അപ്പൊ നമുക്കൊരു 2/3 മെട്രിക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് എഴുതി നോക്കാം. A11, A12, A13, A21, A22, A23. ഇങ്ങനെയൊരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ എലമെന്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എ ഇൻറ്റു ബി. ഫസ്റ്റ് എലമെന്റ് ഏതാണ്? A11. A11 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. ഫസ്റ്റ് റോ എവിടെ നിന്ന് എടുക്കണം? ഇവിടെ നിന്ന് എടുക്കണം. ഇവിടുത്തെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ ഫസ്റ്റ് കോളവും കൺസിഡർ ചെയ്യാം. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. സോ ഇവിടുത്തെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും കൺസിഡർ ചെയ്യുക. ഇനി ഇതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. 1 into 1, 1 into 1, 2 into 2, 2 into 2. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് A11 എന്ന് പറയുന്ന ആ എലമെന്റ് കിട്ടും. ഇനി A12 ഏതാണ്? A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് A12. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ സെക്കൻഡ് കോളം എടുക്കുക. ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ സെക്കൻഡ് കോളം എടുക്കുക. അതിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരും? 1 into 1, 1 into 1, 2 into 2, 2 into 2. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് എലമെന്റ് ഏതാ? A13. A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് ആണ്. ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് ആണ്. ഫസ്റ്റ് റോ ഇവിടുത്തെ തേർഡ് കോളം. ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, രണ്ടാമത്തെ മെട്രിക്സിന്റെ തേർഡ് കോളം. അപ്പോൾ അതെങ്ങനെ വരും? 1 into 1 plus 2 into 2, 2 into 2. ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടുത്തെ എലമെന്റ് A21 ആണ്. A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. ഇവിടുത്തെ സെക്കൻഡ് റോ ഏതാണ്? ഇതാണ് സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം. സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം. 3 into 1 കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 1 പ്ലസ് 4 into 2, 4 into 2.
അടുത്തത് ഏതാ? A22. സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. 3 into 1 3 into 1 പ്ലസ് 4 into 2 4 into 2. ലാസ്റ്റ് വൺ A23. സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. 3 into 1 3 into 1 പ്ലസ് 4 into 2 4 into 2. ഇതിന്റെ കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. 1 into 1 1 പ്ലസ് 2 into 2 4. ഫസ്റ്റ് എലമെന്റ് 5 എന്ന് കിട്ടും. നെക്സ്റ്റ് എലമെന്റ് 1 into 1 1 പ്ലസ് 2 into 2 4 5. ഇതും അതുപോലെ 5. 3 into 1 3 plus 4 into 2 6 9. 3 into 1 3 plus 4 into 2 8. Sorry, 4 into 2 8 11 എന്ന് വരും. 8 11 3 plus 4 into 2 8 അതും 11. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കാണുക? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കാണുക? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സപ്പോസ് A is equal to 1 2 3 4 5 6. ട്രാൻസ്പോസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒന്നെങ്കിൽ A കോംപ്ലിമെന്റ്, എയുടെ മുകളിൽ ഒരു ഡാഷോ അല്ലെങ്കിൽ A⁻T ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എടുക്കാം? ഇതിന്റെ റോയെ കോളമാക്കി എഴുതുക. ഇതാണ് എൻ്റെ റോ, ഇത് കോളമാക്കുക. ഇതിന്റെ റോയെ കോളമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. 1 2 3. ഈ റോയെയും കോളമാക്കി എഴുതി. അപ്പോൾ A ട്രാൻസ്പോസ് കിട്ടും. ഓക്കെ, നമ്മൾ ഇങ്ങനെ A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ആണ് എങ്കിൽ ആ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് A ട്രാൻസ്പോസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സിമെട്രിക് മെട്രിക്സിന്റെ എക്സാമ്പിൾ A is equal to 1 5 4 5 2 minus 1 4 minus 1 3. ഈ മെട്രിക്സിന്റെ A ട്രാൻസ്പോസ് എടുത്താൽ റോയെ കോളമാക്കി എഴുതിയാൽ നമ്മൾക്ക് A തന്നെ കിട്ടുമോ എന്ന് നോക്കാം. 1 5 4 1 5 4 5 2 minus 1 5 2 minus 1 4 minus 1 3 4 minus 1 3. A ട്രാൻസ്പോസ് എടുത്തപ്പം A എന്ന് തന്നെ പറഞ്ഞ മെട്രിക്സ് കിട്ടി. സോ ഈ മെട്രിക്സ് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നെക്സ്റ്റ് വേറൊരാളോടുണ്ട്, സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്ന മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് അത് A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -A ആയിരിക്കും. അതായത് A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -A ലഭിക്കുകയാണെങ്കിൽ A എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകൾ എന്ന് പറയാൻ സാധിക്കും. സപ്പോസ് A ഈസ് ഈക്വൽ ടു 0 5 4 -5 0 1 -4 -1 0. ഇതിന്റെ A ട്രാൻസ്പോസ് എടുത്താൽ എന്ത് കിട്ടും? റോയെ കോളമാക്കാം. -5 0 1 -4 -1 0. ഇവിടെ നിന്നെല്ലാം ഒരു മൈനസ് കോമൺ എടുത്താൽ മൈനസ് ഓഫ്, ഇതിന്റെ എല്ലാം ചിഹ്നം മാറും. 0 5 4 -5 0 1 -4 -1 0.
നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. മൈനസ് ഇൻറ്റു ഇത് ആദ്യത്തെ മെട്രിക്സ് ആയ എ തന്നെയാണ്, മൈനസ് എ എന്ന് കിട്ടും. അതായത് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ. സിമെട്രിക് മെട്രിക്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിട്ടായിരിക്കും വരുന്നത്. ലാസ്റ്റ് ഒരു മെട്രിക്സ് കൂടെ അറിഞ്ഞിരിക്കണം. എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്? വളരെ സിമ്പിൾ ആണ്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ്. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ എ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ എ ട്രാൻസ്പോസിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ള മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെട്രിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നോക്കാനുള്ളത്.